ഫോർസൂസ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്നത്തെ റെസിപ്പി താരങ്ങൾ ചക്കയും മാങ്ങയുമാണ്. അല്ലല്ല, ചക്കയല്ല, ചക്കക്കുരുവാണ്. പഴുത്ത മാങ്ങയല്ല, പച്ച മാങ്ങയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം സ്റ്റൈലിലും ആലപ്പുഴ സ്റ്റൈലിലൊക്കെ ചക്കക്കുരു മാങ്ങ കറി ഉണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതാ ചക്കക്കുരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പുളി കുറഞ്ഞ മാങ്ങ 2 എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം. സ്ലൈസ് ചെയ്ത മാങ്ങായി ഒരു ബൗളിലുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരുവും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചക്കക്കുരു മാത്രം നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുക്കറിലിട്ട് വേവിച്ച ചക്കക്കുരു വെള്ളത്തോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഇട്ട ശേഷം അതിലേക്ക് തന്നെ മാങ്ങ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വേവിക്കുന്നതിൻ്റെ ഒപ്പം പച്ചമുളക് എരിവ് കുറഞ്ഞത് ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇനി അരപ്പിന് തേങ്ങ, മുളക് പൊടി, ഉള്ളി, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ മാങ്ങയും ചക്കക്കുരുവും എടുത്ത അതേ ബൗളിന് തന്നെ ഒരു ബൗളാണ് അരപ്പുള്ളത് കേട്ടോ. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ചേർക്കുന്നതിന് മുമ്പേ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി പേസ്റ്റ് ആക്കണ്ട, കടിക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങൾ മാങ്ങ കിടന്നോട്ടെ. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. അതിൻ്റെ ഒരു അരപ്പിൻ്റെയും തേങ്ങയുടെയും പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലോണം അടച്ചു വെച്ച് വേവിക്കണം. അതുപോലെ തന്നെ ഇതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുകയും വേണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ളത് കടുക്, ചെറിയ ജീരകം, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയാണ്. അപ്പോൾ ചുവന്നുള്ളി എടുക്കാം, സവോള എടുക്കാം കടുക് വറുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ കറിയും അരപ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ചക്കക്കുരു മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി അറിയാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം. മാങ്ങയും ചക്കക്കുരുവും മാത്രം മതിയാവും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഫോർസൂസ് ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.